Hello friends, I'm Sri Kutiyarun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പുളിങ്കറി ആയിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ബാച്ചിലേഴ്സിനും വെജിറ്റേറിയൻസിനും ഒക്കെ പറ്റിയ സൂപ്പർ ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മീഡിയം പീസ് ഇഞ്ചി ചെറിയ പീസുകളായിട്ട് മുറിച്ച് കൊടുത്തതാണ്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് കുക്കായി സോഫ്റ്റായിട്ട് വരട്ടെ. സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ട് മുറിച്ചതാണിത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെണ്ടയ്ക്കയിൽ നിന്നൊരു കൊഴുപ്പ് മാറ്റത്തെ ഒരു ഇത് വരും. അത് പോയിട്ട് സെപ്പറേറ്റ് ആയി നന്നായിട്ട് കുക്കായിട്ട് വരണം വെണ്ടയ്ക്ക. അതിന് ശേഷം നമുക്ക് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ പോകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മീഡിയം സൈസ് തക്കാളി മുറിച്ചത് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ കുക്കായിട്ട് വരും. ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇട്ടിരിക്കുന്ന വെണ്ടയ്ക്കൊന്നും ഉടഞ്ഞു പോകരുത്. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. നമുക്കിനി വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ഞാനിവിടെ ഒരു ലെമൺ സൈസ്ഡ് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതുകൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ ഈ സമയത്ത് നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. തിളച്ച് ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകം പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും എടുക്കില്ല കുക്കായി വരാൻ. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാനിത് താളിക്കാൻ വെക്കുകയാണ്. അതിന് വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ ഇല്ലെങ്കിൽ ഉലുവപ്പൊടി ചേർക്കാവുന്നതാണ്. അതിന് ശേഷം ഒരു 3 മുഴുവൻ മുളക്, ഉണക്കമുളക് ഞാൻ അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വെറുതെ കറിക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് താളിച്ച് കൊടുക്കാം. എല്ലാവർക്കും വെണ്ടയ്ക്ക കറി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.